പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഉടമ്പടിയില് ഞങ്ങള് പ്രത്യേക സാഹചര്യത്താല് വീണു പോയിട്ടുണ്ടെങ്കിൽ ആ വീണുപോയ പ്രവർത്തന മേഖലകളെ കുറിച്ച് പശ്ചാത്താപിച്ചുകൊണ്ട് 3 ഇരട്ടി ദൈവസ്നേഹത്തോടെ ആ പ്രവൃത്തികളെ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ട് ഉടമ്പടിയിലെ ഞങ്ങൾ നിരപ്പായിക്കൊള്ളാമെന്ന് ഈശോയുടെ തിരുസന്നിധിയിൽ പ്രതിജ്ഞ ചെയ്യുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശക്തി പാടണം ദൈവസ്നേഹത്തോടെ. ദൈവസ്നേഹമുള്ളവർക്കാണെങ്കിൽ ഈ ഒരു പാട്ട് കേട്ട് 4 പേര് പാടുമ്പോൾ തന്നെ നിങ്ങൾ ഹീലാവും. പ്രാർത്ഥനയുടെ ഒരു വിഷയം നിങ്ങളെപ്പോഴും, എൻ്റെ മക്കളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ അനുതാപത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഒക്കെ മേഖലകളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളത് സാങ്കേതികമായിട്ട് എടുക്കരുത്. നമ്മൾ എക്സർസൈസ് ചെയ്ത് സ്കൂളിലെ നമ്മൾ ഒരു കേട്ടെടുത്ത പരീക്ഷ, അപ്പോൾ ആ കേട്ടെടുത്ത പരീക്ഷയ്ക്ക് നമ്മൾ ഓറൽ എക്സാം, അതിനാണ് പണ്ടത്തെ. ഇപ്പം നിങ്ങൾ ഓറൽ എക്സാം എന്നല്ലേ പറയണത്, പണ്ടത്തെ കേട്ടെടുത്താണ് സാധനം. അപ്പോൾ നിങ്ങൾ കേട്ടെടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾ തോറ്റെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്താ പിന്നെ വരാൻ പോകണം? നമുക്ക് ഇമ്പോസിഷൻ വരും അല്ലേ? പണ്ടത്തെ ഇമ്പോസിഷൻ ഇപ്പോഴും ഉണ്ട്. ഇമ്പോസിഷൻ വരുമ്പോൾ എന്താണ്? നിങ്ങൾ 100 പ്രാവശ്യം എഴുതാൻ പറയും. ആ ആൻസർ 3 പ്രാവശ്യമല്ല, ഇമ്പോസിഷൻ 100 പ്രാവശ്യം എഴുതി 50 പ്രാവശ്യം എഴുതാൻ പറയും. ഇപ്പം നേരത്തെ അച്ഛൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? ഉടമ്പടിയിലൊരു സംഭവം വീണു പോയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് അത് 3 പ്രാവശ്യം നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? ഇപ്പം ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട് അവിടെ. നമ്മൾ ഈ ഇമ്പോസിഷൻ ചെയ്യണ പോലെ അതൊരു പ്രായശ്ചിത്തമായിട്ട് വരണത് സ്കൂളിലെ ഇമ്പോസിഷൻ പോലെ വരരുത്. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ പത്രം കൊടുത്തില്ല എന്ന് ഞാൻ 3 കെട്ട് പത്രം മേടിച്ച് 30 പേർക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിഷൻ എടുക്കണ പോലെ വരരുത്. ഉടമ്പടി ഇമ്പോസിഷൻ അല്ലത്. അതായത് ഇപ്പം ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? എൻ്റെ മക്കളെ, ഈ ഒരു പാട്ട് ജയഷ്പതർ ഒന്നൊരു പാടിക്കാതെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവസ്നേഹത്തോടെ പാടാം. പറയുമ്പോൾ ഓരോ മീറ്ററിലാണ് പാടുന്നത്.
ഓരോരുത്തരും പാടുമ്പോൾ ഓരോ അളവിലാണ് പാടുന്നത്. എന്നുവെച്ചാൽ സംഗീതത്തിൻ്റെ അളവല്ല, ദൈവസ്നേഹത്തിൻ്റെ അളവ് വ്യത്യാസം. അതാണ് വിഷയം. പ്രാർത്ഥനയും അങ്ങനെ തന്നെയാണ് വരണത്. ഇപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ മീറ്ററിലല്ലായിരിക്കും അടുത്ത ആൾ പ്രാർത്ഥിക്കുന്ന, വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉടമ്പടി വരുമ്പോൾ നമുക്ക് എപ്പോഴും വിഷയമുണ്ട് ഗ്യാരണ്ടീഡ് എന്താണ്. ഉടമ്പടിയുടെ ഫസ്റ്റ് ഗ്യാരണ്ടി എന്താണ്? ഐ വിൽ കം വിത്ത് യു വെയർ എവർ യു ഗോ. അതാണ് ഫസ്റ്റ് ഗ്യാരണ്ടി. ഇനി നീ ഒറ്റക്കല്ലെന്നാണ് പറയണ ഉടമ്പടി, അല്ലേ? ഉടമ്പടിയുടെ ഫസ്റ്റ് ഗ്യാരണ്ടി എന്താണ്? ഐ വിൽ കം വിത്ത് യു. നീ എന്നോട് ഉടമ്പടിയാണ്. ഇനി എന്താണ്? ഇനി എൻ്റെ ദൈവത്തിൻ്റെ ഐ വിൽ കം വിത്ത് യു വെയർ എവർ യു ഗോ. നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഇണയായി തുണയായി ഞാൻ ഉണ്ടാകും. അതായത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണമെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകും. ഇപ്പം ഞാൻ തന്നെ ഈ രാവിലെ ഇങ്ങോട്ട് എൻ്റെ മുറിയിൽ മിക്കവാറും തന്നെ ഞാൻ ഈശോയുമായിട്ട് പലപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. പല കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും, എവരിത്തിങ്, നിസ്സാര മൈന്യൂട്ട് കാര്യങ്ങൾ പോലും ഞാൻ പോകുന്ന വഴികളിലും കണ്ടുമുട്ടുന്ന വ്യക്തികളെയും തിരിച്ചു വരുമ്പോഴും അവരെക്കുറിച്ചുള്ള റെഫറൻസും എനിക്ക് തോന്നിയതൊക്കെ ഞാൻ ഈശോയോട് പറയും. അപ്പോൾ അത് എന്തായാലും ഒരു ഇൻട്രാക്ഷനാണത്. നമ്മൾ ദൈവമായിട്ട് ഒരു ഉടമ്പടി ജീവിതമാണ്. അപ്പം നമ്മുടെ മുറികളിലെല്ലാം ഈശോ ഉണ്ടാവും എപ്പോഴും. ഈശോയും അമ്മയും ഉണ്ടാവും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബോധം നമുക്കുണ്ടാകണം. ഉടമ്പടി പ്രകാരം ദൈവം ഈശോ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നീ പോകുന്നിടത്തെല്ലാം എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? നീ പോകുന്നിടത്തെല്ലാം ഭയങ്കരമാക്കണതേ. നീ പോകുന്നിടത്തെല്ലാം എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. അങ്ങനെ ആർക്കും ഗ്യാരണ്ടി ചെയ്യാം? നമ്മുടെ മക്കളോ ഭർത്താവോ ഭാര്യയോ, നോബഡി ക്യാൻ ഗ്യാരണ്ടി. ദൈവത്തിന് മാത്രമേ അങ്ങനെ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തുള്ളൂ. വെള്ളത്തിനടിയിൽ പോയാലും അവിടെ ഉണ്ടാവും ദൈവം. അത് നമ്മുടെ ഉടമ്പടിയിലൂടെ, ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ബോധം ഉണ്ടാകണം. ഇനി ഞാൻ ഒറ്റക്കല്ല, കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഈശോ എപ്പോഴും അപ്പോസ്തലന്മാരോട് പറയുന്ന വാക്കാണ്. എന്താണ്? ഫിയർ നോട്ട്. ഈശോ പറഞ്ഞത് തന്നെയല്ല, അമ്മയുടെ അടുത്ത് ആദ്യം വന്ന് മാലാഖ പറഞ്ഞ എന്താണ്? ഫിയർ നോട്ട്, മറിയമേ ഭയപ്പെടേണ്ട, അല്ലേ? ഭയപ്പെടേണ്ട. ഉടമ്പടിയുടെ ആദ്യത്തെ വാക്കതാണ്. നമ്മൾ ദൈവമായിട്ട് ഉടമ്പടിയിലായിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ഇൻസെൻറ്റീവ് എന്താണ്? ഫിയർ നോട്ട് എന്നാണ്. ഭയപ്പെടേണ്ടെന്ന്. നീ ജോലിയെക്കുറിച്ച് ഭയപ്പെടേണ്ട. ഞാൻ പുറത്തിറങ്ങി എന്നെ സി സെക്ഷൻ കഴിഞ്ഞ് സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് പുറത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്കിനും റൂമിൽ കൊണ്ടുവന്നു. പക്ഷേ കുഞ്ഞിന് അവിടെ ഇല്ലായിരുന്നു. എല്ലാവരും കാണിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞിന് 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവൾക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും 1000 നന്ദി. പരിശുദ്ധ ദൈവമാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് പരിശുദ്ധ സ്ത്രീത്വത്തിനെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധ അമ്മ ഒരുക്കിയ സമയത്തിനും ഈ വേളയ്ക്കും ഞങ്ങളുടെ ജീവിതത്തിനും എല്ലാത്തിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങുന്നു. എൻ്റെ പേര് ജിനു ജോയ്. ഞാൻ വരുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഓസ്ട്രേലിയയിൽ ജിലോങ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന്. ഞങ്ങൾ പഠിച്ചു വളർന്നതെല്ലാം മഹാരാഷ്ട്രയിലാണ്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ പപ്പ, ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മി, ഇതെൻ്റെ ബേബി എമ മേരി എന്നാണ് പേര്. ആദ്യത്തെ സാക്ഷ്യം പറയാനുള്ളത് എമ്മയെക്കുറിച്ചാണ്. എൻ്റെ പ്രഗ്നൻസി ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തത് എങ്ങനെയാണെന്ന് പറയാം. ഉടമ്പടി എടുക്കുവാനായിട്ട് മമ്മി ആണ് എന്നെ പ്രേരിപ്പിച്ചത്. പക്ഷേ ഞാൻ ഇച്ചിരി റിലക്റ്റൻ്റ് ആയിരുന്നു. എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ട് ഉള്ളൊരു താല്പര്യമില്ലായിരുന്നു. ആ താല്പര്യമില്ലായ്മയായിരിക്കാം ഓൺലൈനായിട്ട് എനിക്ക് മാതാവ് എടുക്കാനും സമ്മതിക്കുന്നില്ലായിരുന്നു. പല മെയിൽ വഴി ഞാൻ ലോഗിൻ ചെയ്തിട്ടും എനിക്ക് ലോഗിൻ ചെയ്യാനോ ഉടമ്പടി എടുക്കാനോ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി ധ്യാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഡെലിവറിക്ക് മുമ്പുള്ള ഫെബ്രുവരി 15-ാം തീയതിയുള്ള ഉടമ്പടി ധ്യാനം ആ സമയത്തുണ്ടായിരുന്നു. അതിനകത്ത് അച്ഛൻ പ്രത്യേകമായി പറഞ്ഞത് ഉടമ്പടിയിൽ ലഭിക്കുന്ന സംരക്ഷണത്തെക്കുറിച്ചാണ്. അപ്പോൾ എനിക്കൊരു പ്രേരണ തോന്നി ഉടമ്പടിയിലെ സംരക്ഷണം. കാരണം ഡെലിവറിയാണ്, ജീവൻ്റെ കളി മീൻസ് ഇതാണ്. അത് കാരണം ഞാൻ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത്. അന്ന് എനിക്ക് ഉടമ്പടി എടുക്കാനും പറ്റി. എൻ്റെ ഒരു ചേച്ചി പറഞ്ഞത് കാരണം അന്ന് ഞങ്ങൾ
ഞങ്ങൾ എടുക്കുകയും സനിയ ചേച്ചി എന്ന് പറയുന്ന ചേച്ചി പറഞ്ഞാണ് എടുക്കുകയും ഞങ്ങളങ്ങനെ ഉടമ്പടി എടുക്കാൻ പറ്റി എനിക്ക് ആദ്യമായിട്ട്. അങ്ങനെ എടുത്തു. ഫെബ്രുവരി 15 ഉടമ്പടി എടുത്തു. ഫെബ്രുവരി 27 ഡെലിവറി പ്ലാൻ ചെയ്തത്. പ്ലാൻഡ് സി സെക്ഷൻ ആയിരുന്നു. എനിക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടായിരുന്നു. ബാക്കി ഒരു കോംപ്ലിക്കേഷൻസും ഒന്നും ഇല്ലായിരുന്നു. എല്ലാം നോർമലായിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ഡെലിവറി കയറ്റി. ഡെലിവറി നോർമലായിരുന്നു. ഞാൻ ഇവൾ കരഞ്ഞത് ഞാൻ കേട്ടു. ബേബി 3.2 kg വെയിറ്റ് ഉണ്ടെന്നും പറഞ്ഞു. എല്ലാം നോർമലായിരുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലിരിക്കുകയായിരുന്നു. അപ്പോൾ പക്ഷേ ഞാൻ പുറത്തിറങ്ങി എന്നെ സി സെക്ഷൻ കഴിഞ്ഞ് സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് പുറത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്കിനും റൂമിൽ കൊണ്ടുവന്നു. പക്ഷേ കുഞ്ഞിന് അവിടെ ഇല്ലായിരുന്നു. എല്ലാവരും കാണിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞിന് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിനും അവൾക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അവൾ ഫുള്ളി ബ്ലൂ ആയി ടേൺ ആയി. അങ്ങനെ ഇമ്മീഡിയറ്റ്ലി സിസ്റ്റേഴ്സിൻ്റെ സെൻറ്റ് ആൻസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ്. അപ്പം സിസ്റ്റേഴ്സ് പെട്ടെന്ന് അവളെ ആംബുലൻസിൽ മെറ്റർണിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവൾ ഫുൾ ബ്ലൂ ആയി ഇരുന്ന സമയത്തിൽ അവൾക്ക് ബ്രീതിങ് പ്രോബ്ലം, ലങ്സിന് ഇൻഫെക്ഷൻ, ബ്രെയിനിൻ്റെ കൺവൾഷൻസ്, കണ്ടിന്യൂസ് ഫിറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് ഫസ്റ്റ് ഡേ ഇതൊന്നും എന്നോട് പറയുന്നില്ല. പക്ഷേ അന്ന് തന്നെ വൈകുന്നേരം കുഞ്ഞിനെ കൈ കിട്ടുമെന്നാണ് സിസ്റ്റേഴ്സ് പറഞ്ഞിരുന്നത്. പക്ഷേ അന്ന് വൈകുന്നേരം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞു. ഉച്ച കഴിഞ്ഞിട്ടും കുഞ്ഞിനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് പറ്റാതായി. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓൾറെഡി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒത്തിരി ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഞാൻ റൂമിൽ ഒറ്റയ്ക്കായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഞാൻ മാതാവിനെ കണ്ടു. മാതാവ് വന്ന് കൃപാസനം മാതാവാണ്. ഞാൻ പകുതിയാണ് കണ്ടത്. മാതാവ് വന്ന് എന്നോട് 5 എന്ന് മാത്രം പറഞ്ഞു. 5 ദിവസം എന്ന് മാത്രം പറഞ്ഞു. വേറൊന്നും പറഞ്ഞില്ല. ആ സമയത്ത് ഞാൻ ബെഡിൽ കിടക്കുകയാണ്. പക്ഷെ ഞാൻ ബെഡിലല്ലായിരുന്നു. എനിക്കെന്തോ ഞാൻ ലിഫ്റ്റായി പോയി എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ അറിയുന്നില്ല. പക്ഷേ ഇവളെ ഹോസ്പിറ്റലിൽ കയറ്റിയ ഉടനെ NIC ചെന്ന് ഇവൾക്ക് തൈലം പുരട്ടുകയും ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ കാശുരൂപം കൊണ്ടുവയ്ക്കുകയും അങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ചതാണ്. പക്ഷേ എല്ലാ ദിവസങ്ങളിലും ഡോക്ടേഴ്സ് രാവിലെ പറയും ഗുഡ് ന്യൂസാണ്, കുഴപ്പമില്ല, ഇന്നലത്തെ അത്രയും അവൾ ബ്രീത്തിങ്ങിൻ്റെ ട്രബിൾ അവളുടെ മാറുന്നുണ്ട്. പക്ഷേ അവൾക്ക് 3 ഇഞ്ചക്ഷൻ കൊടുത്തു. ത്രോംബലൈസർ കൊടുത്തു കഴിഞ്ഞിട്ടാണ് അവൾക്ക് എഫക്റ്റ് വന്നത്. പക്ഷേ എല്ലാ ദിവസങ്ങളിലും ഈ 5 ദിവസങ്ങളിൽ അവൾക്ക് ഓരോരോ കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. ഓരോരോ പാർട്സ്, അവളുടെ ബോഡി പാർട്സ് എന്നാ പറയുന്നത്, ഫെയിലാവാൻ തുടങ്ങുമായിരുന്നു. അവളെ 3-ാമത്തെ ദിവസം 3rd ഡേ അവളെ വെൻറ്റിലേറ്ററിൽ കയറ്റി. എന്നിട്ടും എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. മാതാവ് 5 എന്നാണ് പറഞ്ഞത്. അപ്പോൾ 5-ാമത്തെ ദിവസം സൗഖ്യം ലഭിക്കുമായിരിക്കും. പക്ഷേ എന്നാലും ഓരോ ദിവസങ്ങൾ കൂടുമ്പോഴും 5-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കിനും ഹസ്ബൻഡ് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നു. ഹസ്ബൻഡ് ഇല്ലായിരുന്നു ഡെലിവറിയുടെ സമയത്ത്. ജോർജ് വന്നു കഴിഞ്ഞിട്ട് അന്ന് രാത്രിയിൽ അവൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുവാണ്. 5th ഡേ അന്നാണ് 5th ഡേ മാതാവ് പറഞ്ഞ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഇവളുടെ പൾസ് ഡെഡായി. 30 സെക്കൻഡ്സിലേക്ക് ഇവളില്ലായിരുന്നു. ഓൾറെഡി വെൻറ്റിലേറ്ററിലായിരുന്നു. കുഞ്ഞില്ല, മരിച്ചു എന്നുള്ള രീതിയിലായിരുന്നു 30 സെക്കൻഡ്സ്. പിന്നെയും അവളുടെ പൾസ് കയറി വന്നു. അവൾ ജീവനിലേക്ക് തിരിച്ചു വന്നു. മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ കാരണം മാത്രമാണ് 5 ദിവസം കഴിഞ്ഞ് അവൾക്ക് ലൈഫ് ടേക്കിംഗ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഇല്ല. പക്ഷേ ഡോക്ടേഴ്സിന് പേടിയുള്ളത് കാരണം അവളെ വെൻറ്റിലേറ്ററിൽ വെച്ചു. പിന്നെ അത് സിപ്പാപ്പ് ആക്കി. പക്ഷേ ഇവൾക്ക് കണ്ടിന്യൂസ് ഉള്ള കഫും ഇൻഫെക്ഷൻസും കണ്ടിന്യൂ ഉണ്ടായിരുന്നു. അപ്പം മാതാവ് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഒത്തിരി പ്രാർത്ഥന സഹായങ്ങൾ എല്ലായിടത്തുനിന്നും കിട്ടി. ഞങ്ങൾക്ക് അവൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥന സഹായങ്ങൾ കിട്ടിയതിൻ്റെ കൃപാസനത്തിലെ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ, സഞ്ചാരി മാതാവ് അവിടെ ഉണ്ടെന്നും മാതാവ് കൂടെ നിൽക്കുന്നതായിട്ടും കാണിച്ചു തന്ന സമയങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് അവൾക്ക് പിന്നെ മാർച്ച് 12-ാം തീയതി ഡോക്ടേഴ്സിനോട് ഞങ്ങൾ ചോദിച്ചു ഇനി എത്ര നാൾ കിടത്തണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി 3 ആഴ്ചത്തേക്ക് ഇനിയും പ്രതീക്ഷിക്കേണ്ട, അവൾക്ക് ഇനിയും കോംപ്ലിക്കേഷൻസൊക്കെ വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. മാർച്ച് 12-ാം തീയതി ഇത് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 17-ാം തീയതി എങ്കിലും അവളെ കൈ കിട്ടണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് കൃപാസനത്തിൽ വിളിച്ച് പറഞ്ഞു. അക്കണ്ട ജപമാല ചെല്ലുന്നുണ്ടായിരുന്നു. അങ്ങനെ കറക്റ്റ് മാർച്ച് 17 ആയപ്പോഴത്തേക്കിനും അവളെ വെൻറ്റിലേറ്ററിൻ്റെ സിപ്പാപ്പാക്കി. സിപ്പാപ്പിൽ നിന്ന് ഞങ്ങളുടെ ഓക്സിജൻ സപ്പോർട്ട് മാറ്റി എൻ്റെ കൈ തന്നു. അന്ന് ഞാൻ NICയിൽ വെച്ച് ഇവർക്ക് പാല് കൊടുത്തു. ഫസ്റ്റ് ടൈം ഫീഡ് കൊടുത്തത് മാർച്ച് 17-നാണ്. മാതാവിൻ്റെ ടൈം ഷോർട്ടനിങ് ആയിട്ടുള്ള ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു
ഇതാണ് ആ മാർച്ച് 17 എന്നുള്ള സംഖ്യയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. അങ്ങനെ 18-ാം തീയതി അവളെ ഡിസ്ചാർജ് മീൻസ് ICUയിൽ നിന്ന് മാറ്റുമെന്ന് പറഞ്ഞു. റൂമിലേക്ക് 19-ാം തീയതിയാണ് മാറ്റിയത്, മാർച്ച് ഔസേപ്പിതാവിൻ്റെ ദിവസം. എന്നിട്ട് 20-ാം തീയതി അവളെ ഡിസ്ചാർജ് ചെയ്തു. ഇത് ഒരിക്കലും സംഭവിക്കാൻ പറ്റത്തില്ല, കാരണം ഡോക്ടേഴ്സിന് ഇപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല ഇവൾ എങ്ങനെ രക്ഷപ്പെട്ടതെന്ന്. കാരണം അത്രയും കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. ഇവളുടെ MRI ഡിസ്ചാർജിൻ്റെ ദിവസം എടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് ആംബുലൻസിലാണ് അവൾക്ക് ഓക്സിജൻ സപ്പോർട്ട് കൊടുത്ത് വേറൊരു ഹോസ്പിറ്റലിൽ പോയി MRI എടുത്തത്. MRIയിലും കോംപ്ലിക്കേഷൻസ്, ബ്രെയിനിൻ്റെ അവൾക്ക് ക്ലോട്ട് ഉണ്ട്, അത് ത്രോംബലൈസറിൻ്റെ ആണെന്ന് പറയുന്നു. പക്ഷെ എന്നാലും 2 വർഷത്തേക്ക് മിനിമം അവൾക്ക് കഴിക്കാനുള്ള ബ്രെയിനിൻ്റെ മരുന്ന് ലെവിപ്പിൽ എന്ന് പറയുന്നത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടേഴ്സിൻ്റെ നെക്സ്റ്റ് ഫോളോ അപ്പിൻ്റെ സമയത്ത് അവളുടെ എല്ലാ ഡോക്ടേഴ്സിൻ്റെ എല്ലാം പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ട് ഇവൾക്കൊരു കുഴപ്പമില്ല. ഇവളുടെ EEG നോർമലായി, ഇവളുടെ ബാക്കി കോംപ്ലിക്കേഷൻസ് എല്ലാം നോർമലായി. ഇവൾക്ക് ഒരു മരുന്ന് പോലും എടുക്കേണ്ടതെന്ന് അന്ന് തന്നെ 2 വർഷമെന്ന് പറഞ്ഞതാണ് മിനിമം. അന്ന് തന്നെ ഇവളുടെ മരുന്നുകളെല്ലാം നിർത്തി ഇവൾ കംപ്ലീറ്റ്ലി ഹീൽഡായെന്ന് ഞങ്ങൾക്ക് ഡോക്ടേഴ്സ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവൾക്ക് പേരിട്ടതാണ് ഈശോയും മാതാവും. അന്ന് ഞങ്ങൾ ആഗ്രഹിച്ചാണ് മേരി എന്നുള്ളൊരു പേര് ഇവൾക്ക് വേണം. അങ്ങനെ ഞങ്ങൾ ഇമ്മാനുവലിൻ്റെ എമ ഈശോയുടെ പേരും ഇമ്മാനുവലിനും മേരി എന്നുള്ള മേരിയാണ്, മേരി എന്നാണ് അവൾക്ക് പേരിട്ടിരിക്കുന്നത്. പരിശുദ്ധ ദേവീമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എത്ര പറഞ്ഞാലും അറിയില്ല. ആ സമയങ്ങളിലൊക്കെ മാതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂടെ. എങ്ങനെ പറഞ്ഞാലും ജീവൻ തിരിച്ചു തന്നത് മാതാവ് ഇടപെട്ടുകൊണ്ട് മാത്രമാണ്. ഇപ്പോഴും ഡോക്ടേഴ്സ് ഇവളെ കാണുമ്പം എങ്ങനെ ഞങ്ങളുടെ ഒരു മിറാക്കിൾ ചൈൽഡാണ്. കാരണം ആർക്കും ഒരു ഡോക്ടേഴ്സിനും പ്രതീക്ഷയില്ലായിരുന്നു. ഒരു കുഞ്ഞാണ്. അവിടെ വന്നിരുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഡിസ്ചാർജ് ചെയ്ത് പോയാലും ഇവൾ അവിടെ കിടക്കുമായിരുന്നു. അവിടെ വരുന്നവരെല്ലാവരും ഇവൾ സുഖപ്പെടുത്തി വിടുന്നത് പോലെയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയൊരു കുഞ്ഞാണ് മേരി. ഇവളെ തന്നതിന് പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും ഒത്തിരി നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് പറയാനുള്ളത്, ഞാനിവിടെ ഇവളെയും കൊണ്ട് ഞങ്ങളെല്ലാവരും ഓഗസ്റ്റിൽ വന്നായിരുന്നു, ഓഗസ്റ്റ് 2-ാം തീയതി. പക്ഷേ അന്ന് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഇവളെ മാതാവിനെ സമർപ്പിച്ചിട്ട് ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടാണ്, തീർത്ഥാടക ഉടമ്പടി എടുത്തിട്ടാണ് പോയത്. അപ്പോൾ ആ ഉടമ്പടിയിൽ ഞാൻ വെച്ച നിയോഗമായിരുന്നു ഞങ്ങൾക്ക് റെൻറ്റിന് വീട് കിട്ടുന്നില്ലായിരുന്നു ഓസ്ട്രേലിയയിൽ. ഞങ്ങൾ ഒത്തിരി അന്വേഷിച്ചിട്ട്, ഞാൻ ആക്ച്വലി വർക്കിംഗ് അല്ല, അപ്പോൾ ജോർജിൻ്റെ ഇൻകമിൽ മാത്രം വരുന്ന ഒരു സിംഗിൾ ഇൻകമിൽ വരുന്ന ഒരു സംഭവം. അപ്പം അത് ഒത്തിരി പേര് റിജക്റ്റ് ചെയ്യുമായിരുന്നു ഞങ്ങളുടെ ആപ്ലിക്കേഷൻസ്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഫാമിലി വഴി തന്നെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു, നിയോഗമിട്ട് ഇവിടുന്ന് 12 മണിക്ക് പോയി. 3 മണി ആയപ്പോഴത്തേക്കിനും ആ വീടിൻ്റെ കൺഫർമേഷൻ വന്നു. ഞങ്ങൾക്ക് വീട് റെൻറ്റിന് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് വഴി തന്നെ അത് കിട്ടി. മാതാവ് ഓരോരുത്തരെ ഉപയോഗിക്കുകയായിരുന്നു. അതിൽ സ്പെഷ്യലി മാതാവിൻ്റെ ടൈം ഷോർട്ടനിങ് ആണ് ഞങ്ങളുടെ സാക്ഷ്യത്തിൽ മുഴുവനും. ആ ഒരു ഞങ്ങൾക്ക് ആഗ്രഹിക്കാൻ പോലും കഴിയാത്ത അത്ര വലിയ വീടാണത്. കാരണം ഞങ്ങളുടെ ഫൈനാൻഷ്യൽ ഇതിൽ ഇപ്പം അഫോർഡ് ചെയ്യാൻ പറ്റാത്തതും അങ്ങനൊരു വീടാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന മാതാവ്. അതിനും ഒത്തിരി നന്ദി പറയുന്നു. മൂന്നാമതായിട്ടുള്ള സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് PR ലഭിച്ചതാണ്. ഓസ്ട്രേലിയയിൽ ഞങ്ങൾ ജോർജിൻ്റെ പ്രൈമറി ആപ്ലിക്കൻ്റായിട്ടാണ് വച്ചിരുന്നത്. ഞങ്ങൾക്ക് 491 സ്റ്റേറ്റ് വിസയ്ക്ക് വേണ്ടിയായിരുന്നു വച്ചിരുന്നത്. അപ്പം ഈയിടെയായിട്ട് അതിൻ്റെ പ്രോസസ്സിങ് ടൈംസ് പിന്നെയും കൂട്ടിക്കൊണ്ടിരിക്കുക. സാധാരണ അത് പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ സമയത്തിന് അവർ പിന്നെയും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോട് 3 മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് 27 to 30 മന്ത്സ് എടുക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളോട് ഈ ഫെബ്രുവരിയിൽ ഞങ്ങളോട് പറഞ്ഞു, മെയിൽ വന്നു ഏജൻസിയിൽ നിന്ന്, അത് പിന്നെയും പ്രോസസ്സിങ് ടൈം കൂട്ടി ഇപ്പോഴെങ്കിലും കിട്ടാനുള്ള ചാൻസ് ഇല്ലയെന്ന്. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, മാതാവ് ഇടപെട്ടു. അതും ഞങ്ങൾ ഉടമ്പടിയിലെ നിയോഗമായിരുന്നു. പക്ഷേ ഞാനത് അങ്ങനെ ഞങ്ങൾ ഒത്തിരി സ്ട്രെസ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ഒത്തിരി ആവശ്യമുള്ള സംഭവമാണ് ഞങ്ങളുടെ PR. എല്ലാവർക്കും അറിയാം, പുറത്തൊക്കെ താമസിക്കുന്നവർ എല്ലാവർക്കും അറിയാം. അപ്പം ഞങ്ങളുടെ സ്റ്റേ 2027 വരെ ഉള്ളൂ. അത് കഴിഞ്ഞുള്ള സ്റ്റേ, പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ലോൺ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഞങ്ങൾ സ്റ്റക്കായിരുന്നു, കാരണം PR അപ്രൂവ് ആകാത്ത കാരണം. പക്ഷേ മാതാവ് ഇടപെട്ട് ഞങ്ങൾക്ക് ഫെബ്രുവരി 13 ഞങ്ങൾക്ക് ഞങ്ങളുടെ PR എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് റീജിയണൽ വിസ
സാങ്ഷനായി 491. അത് വലിയൊരു അത്ഭുതമാണ്. കാരണം ഞങ്ങളറിയാതെ തന്നെ ദൈവപരിപാലനയുടെ ഒരു കൈയായിരുന്നു പരിശുദ്ധ അമ്മ വഴി കിട്ടിയത്. ഞങ്ങളത് കഴിഞ്ഞ് എന്താ പറയുക, മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഞങ്ങളിപ്പോൾ വരാൻ കാരണം, എൻ്റെ 4ാമത്തെ സാക്ഷ്യം അതാണ്. വരാൻ കാരണം എൻ്റെ പപ്പയ്ക്ക് കിട്ടിയ ഒരു വലിയൊരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ്. പരിശുദ്ധ അമ്മ ഇടപെട്ടതാണ്. കൃപാസന അമ്മ പപ്പയ്ക്ക് ഫെബ്രുവരി 25-ാം തീയതി ഈ വർഷം പപ്പയ്ക്ക് ഹാർട്ട് അറ്റാക്കായി, മാസീവ് ഹാർട്ട് അറ്റാക്കായിരുന്നു. പപ്പയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ സമയത്തെല്ലാം ഉടമ്പടി ഉപ്പും ഉടമ്പടി തേന് കൊടുക്കുന്നുണ്ടായിരുന്നു. സമയത്ത് പപ്പ അത് കഴിച്ചതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ വരെ എത്തിയത്. നടന്നു പോയതാണ് പപ്പ. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി. അവിടുന്ന് ഡോക്ടർ ECG എടുത്തപ്പം കംപ്ലീറ്റ്ലി അബ്നോർമലാണ്. ഇത് ഇവിടെ മാസീവായിട്ട് ഹാർട്ട് അറ്റാക്ക് വരികയാണ്, ഈ ഗേറ്റ് പോലും കടക്കുമെന്ന് ഞങ്ങൾക്ക് ഡൗട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് മമ്മിയും പപ്പയും പറഞ്ഞു വിട്ടത് വലിയ ഹോസ്പിറ്റലിലേക്ക്. ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക്, ആ ഡോക്ടറിൻ്റെ കാറിൽ തന്നെയാണ് കയറ്റി വിട്ടത്. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് പപ്പയ്ക്ക് ഛർദിലുണ്ടായി. അങ്ങനെ പപ്പ ഹാർട്ട് അറ്റാക്ക് പപ്പ പോവുമായിരുന്നു. പക്ഷേ എന്തോ മാതാവിൻ്റെ ഇടപെടൽ കാരണം ഫുൾ ഡോക്ടേഴ്സിൻ്റെ ടീം അന്ന് അവിടെ റെഡിയായിരുന്നു. വാതിക്കൽ തന്നെ പല ഇടപെടൽ കാരണം, പല കാര്യങ്ങൾ മാതാവ് അറേഞ്ച് ചെയ്യുന്നത് കാരണം ഡോക്ടേഴ്സിൻ്റെ ടീം റെഡിയായിരുന്നു. പപ്പേനെ ഇമ്മീഡിയറ്റ്ലി CCUലേക്ക് കൊണ്ടുപോയി. പപ്പയ്ക്ക് ഷോക്ക് കൊടുത്തു. പക്ഷേ ഷോക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പപ്പയ്ക്ക് 3-4 അറ്റാക്ക് വന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പപ്പയ്ക്ക് എന്താ പറയുക, പപ്പയുടെ പൾസ് ഡെഡായി. പപ്പ ഇല്ലായിരുന്നു 1 മിനിറ്റത്തേക്ക് എന്നാണ് പറയുന്നത്. അവർ ഡോക്ടേഴ്സ് പുറത്ത് വന്ന് ഡിക്ലെയർ ചെയ്യാനിരിക്കുകയായിരുന്നു പപ്പ മരിച്ചു എന്നുള്ള രീതിയിൽ. പക്ഷേ മാതാവ് അവിടെയും ഞങ്ങൾക്ക് വേണ്ടി ഇടപെട്ട് ഞങ്ങൾക്ക് ജീവൻ തിരിച്ചു തന്നു. ഉടമ്പടിയുടെ സംരക്ഷണമാണ് അവിടെയും കിട്ടിയത്. ഞാൻ ഓസ്ട്രേലിയയിൽ അറിഞ്ഞുകൊണ്ട് ഉടനെ ഞാൻ ഉടമ്പടി തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാതാവ് തിരിയുടെ നാളത്തിൽ ഹാർട്ട് ആയിട്ട് കാണിച്ചു തന്നു. ഞാനതിവിടെ കാണിക്കാം. ഹാർട്ടിൽ നാളം ആളുന്നതായിട്ട്, ലൈക്ക് ഹാർട്ട് ബീറ്റിങ് പോലെ തന്നെയായിരുന്നു അത് കിടന്ന് ബീറ്റ് ചെയ്തത്. ഞാനത് ഫോട്ടോ എടുത്തുകൊണ്ട് വന്നു. അവിടെ ആരുടെയും കാണിക്കാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. ഇമ്മീഡിയറ്റ്ലി ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങണമായിരുന്നു. കാരണം പപ്പ അത്രയും ക്രിട്ടിക്കലായിരുന്നു. ഇവിടെ നിന്നെല്ലാം ഫോൺ വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ പാസ്പോർട്ട്, അതിൽ മാതാവിൻ്റെ വേറൊരു ഇടപെടൽ, പാസ്പോർട്ട് ഞങ്ങളുടെ റിന്യൂവലിന് സബ്മിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങളുടെ പാസ്പോർട്ട് എങ്ങനെയോ മാതാവ് തിരിച്ച് കൗൺസിലേറ്റ് ചെന്ന്, ഞങ്ങൾ എംബസി ചെന്ന് തിരിച്ച് വിഡ്രോ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അതും മാതാവ് ഇടപെട്ട് ഞാൻ കൃപാസനത്തെ ഇവിടുത്തെ 5:30 പ്രാർത്ഥന അവിടെ 11 മണിക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർ പറയുന്നത് പാസ്പോർട്ട് ഉണ്ട്, ഇവിടുന്ന് പോയിട്ടില്ല, ക്യാൻസലായിട്ടില്ല. ക്യാൻസലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ടൊന്നും വരാനേ പറ്റത്തില്ലായിരുന്നു. 10-25 ദിവസത്തേക്ക് ഞങ്ങളുടെ ട്രാവൽ മുടങ്ങിയാനെ. എന്നിട്ട് ആ പാസ്പോർട്ട് കൊണ്ടു തന്നത് മാതാവിൻ്റെ ഗ്രേ കളറിലുള്ള ഒരു ഷർട്ട് ഇട്ട ഒരു മനുഷ്യനായിരുന്നു. എന്നിട്ട് ആ പുള്ളി ഞങ്ങളോട് ഒത്തിരി നല്ലതായിട്ട് സംസാരിച്ച് ഞങ്ങളോട് പറഞ്ഞു ഒരു പോകുന്ന കാര്യവും പാസ്പോർട്ട് പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആ ഒരു കാര്യവും പിന്നെ ഞങ്ങൾക്ക് PR ഇപ്പോൾ ഗ്രാൻറ്റ് ആയത് കാരണമാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ പറ്റുന്നത്. കാരണം ഞങ്ങൾ ടെമ്പററി വിസയിലായിരുന്നു. ഇപ്പോൾ യുദ്ധം കാരണം ടെമ്പററി വിസയിലുള്ള ഒത്തിരി പേരെ അവർ ഫസ്റ്റ് സ്ക്രീൻ ചെയ്ത് ഇത് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പരിപാലനയും പരിശുദ്ധ അമ്മ ഓരോന്നറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും. പിന്നെ പപ്പയുടെ സർജറി പപ്പ ഇവിടെ ഇല്ലാത്തത് കാരണം പറയാൻ പറ്റത്തില്ല. പക്ഷേ മാതാവ് ഇടപെട്ടാണ് പപ്പേനെ തിരിച്ചു തന്നതെന്നും എല്ലാത്തിനും പപ്പയുടെ ജീവൻ തിരിച്ചു തന്നതിനും സർജറി സക്സസ്ഫുൾ ആയതിനും എല്ലാം ഒത്തിരി നന്ദി പറയുന്നു. പരിശുദ്ധ മാതാവിനും തിരുക്കുമാരനും ഞങ്ങളെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഉയർത്തിയതിനും ഒത്തിരി നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് രോഗികളെ സന്ദർശിക്കുന്നുണ്ട്, വിശ്വാസം പകർന്നു കൊടുക്കുന്നുണ്ട്. വിശ്വാസമില്ലാത്തവർക്ക് സാമ്പത്തികമായിട്ട് രോഗികളെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു ചാരിറ്റി ഉണ്ട്. ആ ചാരിറ്റിയിൽ എപ്പോഴും ഞങ്ങൾ പോകാറുള്ളവരാണ്. മീൻസ് അവിടെ ഓർഫൻസ് ആയിട്ടുള്ള പേഷ്യൻസ് ആണുള്ളത്. അവരെ എല്ലാവർക്കും പോയി ശുശ്രൂഷിക്കാനൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. പിന്നെ
ആത്മീയ ജീവിതമായിട്ട് വിശുദ്ധ കുർബാന, കുമ്പസാരം മാസത്തിലൊരിക്കലാണ്. പിന്നെ വിശുദ്ധ കുർബാന ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞങ്ങൾ പോകാൻ ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ബൈബിൾ വായന, ഞങ്ങൾ ഒത്തിരി ശുദ്ധീകരിക്കുന്ന സമയമായിരുന്നു ഇതെല്ലാം. അതിലെല്ലാം ഈശോയോടൊക്കെ ഒത്തിരി അടുക്കാനും മധ്യസ്ഥ പ്രാർത്ഥന ഒത്തിരി നടത്തി പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹം തന്നിട്ടുണ്ട്. അങ്ങനെ ആത്മീയമായിട്ട് ഒത്തിരി എന്താ പറയുക, ദൈവത്തെ വിട്ട് ഒരു സമയം, അല്ലെങ്കിൽ ഞാൻ പണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ എനിക്ക് ആത്മീയ ജീവിതം ഒത്തിരി ഡിസ്റ്റർബ് ആവുമായിരുന്നു. അതൊന്നും ഡിസ്റ്റർബ് ആവാതെ ഉടമ്പടിയിലായതുകൊണ്ട് മാത്രമാണ് എനിക്ക് പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്. അതിനും പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എല്ലാത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും പ്രത്യേകമായി കൃപാസനം എന്ന സ്ഥാപനത്തിനും എല്ലാത്തിനും ഒത്തിരി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നന്ദി.